ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ഗ്രീൻ പീസ് കറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അത് എങ്ങനെയെന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. 1 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് തലേ ദിവസം തന്നെ കുതിർത്തിയെടുത്തതാണിത്. ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഗ്രീൻ പീസ് നല്ലവണ്ണം വേവണം കേട്ടോ. എൻ്റെ ഗ്രീൻ പീസ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി അരിഞ്ഞതും ഒരു 6 പച്ചമുളക് നടുകീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു 2 സെക്കൻഡ് നേരം ഒന്ന് അടച്ച് വെക്കാം. തക്കാളി നന്നായി വാടി വരുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം. തക്കാളിയും പച്ചമുളകെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി പൊടികളുടെ മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ മണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെന്ത് വന്ന നമ്മുടെ ഗ്രീൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ചൂടാറിയതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് 1 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്ത നമ്മുടെ ഗ്രീൻ പീസാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മിക്സിയിൽ ഗ്രീൻ പീസ് അടിച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പത്തിരിയുടെ ഒപ്പവും വെള്ളപ്പത്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു ഗ്രീൻ പീസ് കറിയാണിത്. നിങ്ങൾക്ക് തീർച്ചയായും ഇതിഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ ഒരു കറി. പത്തിരിക്കൊപ്പം അവർക്കിത് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം. എരിവും വളരെ കുറവാണ്, രുചി വളരെ കൂടുതലാണ്. തട്ടുകടയിൽ കിട്ടുന്ന ഈ ഗ്രീൻ പീസ് കറി നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. ഓക്കേ, ബൈ ബൈ.